ഗായ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഞാൻ ഫ്രീ ഫയറിൻ്റെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നെറ്റ് പോയി. അതുകൊണ്ട് ഇതിന് നെറ്റ് വേണ്ട. നമുക്കിപ്പോൾ വല്ലതും 25 ഡോളർ ഇത് മേടിക്കാറുണ്ട്. നമ്മളങ്ങനെ മേടിച്ചിട്ടുണ്ടൊരെണ്ണം. നമുക്ക് 3 ഇപ്പം ആയി. മേടിച്ചപ്പോൾ തന്നെ മേടിച്ചേക്കാം. ഇവിടെ ഇടിച്ച് കിടക്കുന്നു. എനിക്കിതാണല്ലോ ഒരു പാട്. നമുക്ക് അവിടെയാണ് ഈ കാർഡ് മാറ്റാണെങ്കിൽ ഉള്ളായിരുന്നു. ഇവിടെ ഇടിച്ചെടുക്കുന്ന ഐസ്. നമുക്കിപ്പോ ഏത് കളിക്കാം? നമുക്കിത് കളിക്കാം ഗൈസ്. വേൾഡ് കപ്പ് അല്ലേ, അപ്പം നമുക്ക് വേൾഡ് കപ്പ് കളിച്ചാലോ? പൊളിയല്ലേ? ക്രിസ്ത്യാനോ ഇല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനോയുടെ ഫ്രണ്ട് മെസ്സിയാണ്. പക്ഷെ ക്രിസ്ത്യാനോ ഉണ്ട്. എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്ത 2 പേര് തന്നെ ലോഗിൻ സ്ക്രീനിൽ. ഇതിന് നെറ്റ് വേണം. നെറ്റൊന്നും വേണം. എല്ലാം ഡൗൺലോഡ്. കമ്പ്യൂട്ടർ അല്ലല്ലേ, കമ്പ്യൂട്ടർ ഒന്നല്ലേ. നെറ്റ് വേണ്ടത് ഭാഗ്യം. ഒറ്റയടിക്കങ്ങ് ചെയ്തല്ലേ. ഇംഗ്ലീഷ് കൊടുക്കാം. ഇതെന്തേ? അയ്യോ, ഇതെന്തേര്? ഒരു മിനിറ്റ്, നെറ്റിന് വല്ല കുഴപ്പമുണ്ടാകും നോക്കിട്ട്. ഒരു മിനിറ്റ്. ഇന്റർനെറ്റ് സെറ്റിംഗ്സിൽ പ്ലീസ് മേക്ക് ഈ കോഡ് അടിച്ചു കൊടുത്ത്. എനിക്ക് ഈ കോഡ് മറന്നു പോകും. നെറ്റ് സെറ്റിംഗ്സിൽ പോയി ഈ കോഡ് അടിച്ചു കൊടുത്താൽ പറയാനുണ്ട്. അതൊന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. പെൻസിൽ ഭാഗ്യത്തിന് നേരത്തെ കിട്ടി. നെറ്റിയിലാണല്ലോ അടിച്ചോട്ട്. അടിക്കാൻ സമയത്ത് 0003. ഓക്കെ, ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ വരാം. ഒരു മിനിറ്റ്.
എന്തിനു പോയ കോഡാണല്ലോ ഇത്. ഓപ്പൺ. ഇതിന് നെറ്റ് ആണോ? പിന്നെ ഗെയിമിങ് proper as with the football server. ഇന്റർനെറ്റ് ഇല്ലാത്തോണ്ടാണ് ഇതും കളി. ഇന്റർനെറ്റൊക്കെ ഇവിടെ ഇന്റർനെറ്റ് ഉണ്ട്. എന്തെയും കറണ്ട് പോയി. ഞാൻ നിങ്ങൾക്ക് എന്തേലും എടുത്ത് കളിപ്പിച്ചു തരും ഗൈസ്. വിജയിച്ച് നോക്കണ്ട, അത് ഇന്റർനെറ്റാണ്. ഇല്ല ഇന്റർനെറ്റ്. എന്തേലാണ് ഇന്റർനെറ്റ് ഇല്ലാത്ത? കിട്ടി. വാ, കം ഓൺ, ലെറ്റ്സ് ഗോ. ഇത് തന്നെ എടുക്കാം. ഇതേ ഉള്ളൂ. ഗൈസ്, എനിക്കാണെങ്കിൽ ഒരു കാർ എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ട്. പക്ഷെ എനിക്ക് 1000 ആക്കണം. അതിൽ എനിക്ക് ഈ സാധനം 1000 ആക്കിയാലേ പറ്റും. അതുകൊണ്ട് ഒരെണ്ണം ഡിലീറ്റ് ആക്കിയേക്കാം. 20 കാർസിന് എടുക്കാനുണ്ടതേ ഉള്ളൂ. 15 കാർസ്. ഹോം ഒന്ന് നോക്കട്ടെ. അവന് 500 ആവും. നമ്മളാണെങ്കിൽ അത്രയും ബഡ്ജറ്റില്ല. ഇത്രയും ലക്ഷ്യമാവും ഗൈസ് ഇതിന്. പിന്നെ ഒന്ന് നമ്മളെ അത്രയൊന്നും ഇല്ല. അത്ര ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മേടിക്കില്ലേ. എന്തേരാണിപ്പം. നമുക്കൊരു കാർ എടുക്കണം. ആവശ്യമില്ലാത്ത ആകെ ഈ കാറാണ്. ഈ കാർ എടുത്ത് ചേഞ്ച് ചെയ്താൽ പോരെ. ഇതിനൊക്കെ 500 ഉള്ളു. ഡിലീറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാറ് ഇത്രയും വലിയ ഷോറൂമിന് 4 കാർഡ്സും കൂടി ഇനി വേണമെങ്കിൽ 100 കൊടുക്കണം. പക്ഷെ അതെനിക്ക് 0 ആണ്. നമുക്ക് ഇപ്പം എന്തായാലും കാറ് മേടിച്ചാലും ഞാൻ മേടിക്കാൻ പോണ കാറ് ഞാനൊരു വിൻറ്റേജാണ് മേടിക്കാൻ പോണത്. ഇങ്ങനത്തെ ടൈപ്പിലുണ്ട്. ഇതെനിക്കിഷ്ടപ്പെട്ട്. ഇതില്ല. സെറ്റ്. ഇതൊക്കെ ഉണ്ടാണെങ്കിൽ എന്നെ മേടിച്ചേനെ. 1000. നമുക്കിപ്പോൾ ഈ കാറൊക്കെ ഡിലീറ്റ് ആക്കണം. എന്തിനാണ് ചെയ്യാൻ? ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു പുതിയ കാർ മേടിച്ചാലോ? എന്ത് പറയണം?
പൊളി. ഗൈസ് കറണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഫ്രീ ഫയർ കളിക്കുന്നില്ല. ഇത് മേടിക്കണം, ഇത് മേടിക്കാം. ഇത് മേടിക്കാൻ പറ്റില്ലേ? എല്ലാ കറണ്ട് ഇട്ടേക്കണം. ഇതൊരു ഇഷ്ടപ്പെട്ടു. ഇന്റർനെറ്റ് ഉണ്ടെങ്കിലേ മേടിക്കാൻ പറ്റൂ. നമ്മൾ മേടിക്കാൻ പോണ കാറ് ഇതാണ്. എനിക്കിഷ്ടം. ഇത് കിട്ടിയാണെങ്കിൽ കൊള്ളാം. വീണ്ടും കറണ്ട് പോയി. നമുക്ക് തൽക്കാലത്തിലേക്ക് ഇപ്പം കാറൊന്നും നമുക്ക് മേടിക്കണ്ട. കാറ് മേടിച്ചാലും നമുക്ക് ഇത് മേടിക്കാം, അംബാസിഡർ. എനിക്കിഷ്ടമാണ് ഈ കാറ്. ഇതും എനിക്ക് മേടിക്കണമെന്നുണ്ട്, പക്ഷെ അംബാസിഡർ മേടിക്കാം. നമുക്കന്നൊരു റേസ് പോകാൻ പറ്റിയില്ലായിരുന്നു. നിങ്ങൾ വിചാരിച്ച് തോറ്റുപോയോണ്ട് എന്നടുത്താണോ നിങ്ങൾ പറയണം? തോറ്റുപോയിട്ടില്ല. സ്റ്റാർട്ട്. നമ്മൾ തോക്കുകയില്ല. നമ്മൾ വീരത. ഈശ്വരേ, ഈ കാറ. ഒരു മിനിറ്റ് ഇപ്പം വരാം. ഈ കാർ വേണ്ട, ഞാൻ പോയാണ്. ഈ കാറിന് കുറച്ച് നല്ല. തുടങ്ങാം അല്ലേ? ഇനി കളികൾ വേണം. പൊളിക്കാറും കൊണ്ട് നമ്മൾ വളച്ചു. സ്റ്റാർട്ട് റേസ്. ഈശ്വര, BMW ഒക്കെ കൊണ്ട് കുറേ പേര്. ഈശ്വര, എല്ലാം നല്ല കാറ്. നമ്മൾ പ്ലെയർ 7 6 ഒക്കെ വെട്ടിച്ച് നമുക്ക് പോകണം. നമ്മൾ റോഡൊക്കെ കഴിഞ്ഞ് പോകണം. എങ്ങനെയും പിടിക്കണം. ആറാം സ്റ്റാർട്ടാണ് ഗൈസ്. അവന്മാരൊക്കെ പോണത് GTR ആണ്, അല്ല നിസാൻ സ്കൈലൈനാണ് പോണം. പോടാ പോടാ പോടാ. ഇത് കാർഡ്സ് ആൻഡ് രാവിലെ. അയ്യോ, എല്ലാരും കയറി പോയി. വീണ്ടും പോയി. ഇതൊന്നുമില്ലേ ഇതില്? ലാപ്പില്ലേ? മറ്റേ മഡ് റൈസിന് പോയാണെങ്കിൽ കുറച്ച് പൈസ. അയ്യോ, മാറ്റം നമുക്ക് ഉണ്ട്. ഈശ്വര, പെട്ട് 1 കിലോമീറ്റർ. നമ്മൾ 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ പോയാൽ നമ്മള് ഫ്രീ ഫയറിനൊക്കെ മെസ്സേജ് വരുന്നു. ഇങ്ങനെ പോയാ ഈശ്വര, നല്ല കാറെടുത്തോണ്ട് റേസിന് അഴുക്കെടുത്ത് എടുത്തും പോയി. ഈശ്വര, ഇടിച്ചെടുത്തിട്ട് മാത്സ് പോണ്.
മാത്സ് ആണ് ഗൈസ്. അയ്യോ അവിടെ പോടാ ഇറങ്ങി അടുത്തോ. അയ്യോ 100 കിലോമീറ്ററേ ഉള്ളല്ലേ. ഗൈസ് അവര് പറഞ്ഞു ഓഫ് റോഡ് ആണ് റേസ് ചെയ്യുന്നതെന്ന്. റോഡ് ലാപ്പ് 1 തോറ്റെന്ന് എനിക്കറിയാം. ടയേഴ്സ് മാറ്റാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ടയേഴ്സ് മാറ്റിയില്ലെങ്കിൽ പെടും. ടയേഴ്സ് മാറ്റാൻ പോണേ. ഇല്ലാതെ പറ്റൂല. ടയേഴ്സ് മാറ്റിയിട്ട് വരാം. പതുക്കെ പോയാൽ മതി. ഈ ഗെയിമിൽ സ്പീഡ് കൂട്ടുമ്പോൾ ഒരു ഹാങ് ഉണ്ട്. എന്താന്നറിഞ്ഞോ? എല്ലാ ജനങ്ങളും എന്റെയാണല്ലോ. ലാപ് 2 എത്തി. അമ്മരൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു റേസ്. ഇപ്പൊ ഇവിടെ ഇല്ല ടയർ മാറ്റാൻ. കറണ്ട് വന്നു. ഓപ്പോ റിഫർ കളിക്കുന്നു ചോദിച്ചു. കറണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനും ബാക്ക് അടിച്ചത്. പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്യാം. കോട്ട എല്ലാം ഇടാൻ പറ്റുമോ? ബ്ലാക്ക് കോട്ട
ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ണാടിയൊക്കെ കൊടുക്കണം പൈസ. ഇങ്ങനത്തെ ഇത് മതി. ഹെയർ ഇഷ്ടപ്പെട്ട് ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഇടാൻ പറ്റില്ല. ഇപ്പം നല്ല മുരട്ട് ലുക്കായി. ഇപ്പോൾ ഒരു ബിസിനസ് മാന് ലുക്ക്. ഒരു മിനിറ്റ് ഒന്ന് ബാഗടിക്കാം. ഗൈസ് നമുക്ക് ഒന്നും ഇതുവരെ തന്നിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാം. ഈ സ്ഥലമൊക്കെ എങ്ങനെയാന്ന് കാണിക്കാം. അയ്യോ, ഗൈസ് ഇതിനെ എന്തിനാണ് നിങ്ങൾ കാണിച്ചില്ല. ഇങ്ങനെ കറങ്ങി നിങ്ങൾ തന്നെ ഡ്രൈവിംഗ് ഉണ്ട്. നിങ്ങൾ തന്നെ, ഞാനൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ എന്നെ ഡ്രൈവിംഗ് തൊട്ട് കണ്ടോ. ഗൈസ് നമുക്ക് പോവാം. നമുക്കൊന്ന് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിട്ട് വരാം. കയറ്റാൻ സമയത്ത് ടീ വർക്ക്ഷോപ്പുണ്ട്. എന്തിനാണ് ഡേഞ്ചർ ഇൻഡിക്കേറ്റർ?
പേടിച്ച് നിങ്ങളെൻ്റെ ഈ വണ്ടിയുടെ ലുക്ക് കണ്ടോ? നിങ്ങൾ കണ്ടോ വണ്ടിയുടെ ലുക്ക്? നിങ്ങൾ കണ്ടോ? ഞാൻ ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെ കണ്ടോ വണ്ടിയുടെ ലുക്ക്? നിങ്ങൾ തന്നെ കണ്ടോ? ഞാൻ എവിടേക്ക് ഓടിച്ചു വേണ്ട. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് പോകും. ഇനിയും കുറേ 500 പോകും. അപ്പം നമുക്ക് കാർ ഓടിക്കാൻ പറ്റൂല്ല. സ്റ്റോപ്പ് സ്പീഡ് കണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ലേ. അങ്ങോട്ട് പോവാം. അങ്ങോട്ട് സ്ലോ.
ഹലോ ഗൈസ്, നമ്മൾ ട്രാക്ക് ചെയ്തതാക്കിയായിരുന്നു. ഞാൻ ഇത്രയും നേരം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്താന്നല്ലേ, ഞാൻ മൈക്കോണാക്കായിപ്പോയി. ഒന്നും പറയില്ലായിരുന്നു. ഇത്രയും നേരം സംസാരിച്ചത് വേസ്റ്റായിപ്പോയി തോന്നുന്നു. നമ്മളപ്പോൾ എനിക്ക് സ്പീഡ് കാരണം അവർ ഛർദ്ദിക്കാനും മുട്ടി. എനിക്ക് എന്തോ ആയി ഗൈസ്. ഇമോജിയൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. ഇനി 1 മിനിറ്റ്, ഇനി 2 മിനിറ്റും കൂടെ ആവാറായി. പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം. ഇത് 200 കഴിഞ്ഞു ഗൈസ്. ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഫുൾ സ്പീഡിന് പോവാണ്. ഇങ്ങനെ പോയാൽ ഇവർ ഇറങ്ങിപ്പോകുന്നു. അയ്യോ, പെട്ടെന്ന് തീരുന്നു മിനിറ്റ്. എന്തു പറ്റി ഗൈസ്? പെട്ടാ? അയ്യോ, ഇപ്പൊ ഇറങ്ങിപ്പോ. അത് കഴിഞ്ഞു 500 പോയി. കുഴപ്പമില്ല, അവര് പൈസ നമുക്ക് തരുമല്ലോ. പോയി 500 അല്ല 55. നിങ്ങളാ മീറ്ററിൽ കാണിക്കുന്നതാണ് 225 ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കുറയ്ക്കുക. അവര് കളി ഇങ്ങോട്ടല്ലേ നമുക്ക് പോകാനുണ്ട്. ബസ് കറണ്ട് വന്നു. ഇപ്പം അങ്ങ് പോവും. കുറച്ച് കഴിഞ്ഞിട്ട് പോവും. എനിക്ക് അറിഞ്ഞൂടെ ഈശ്വരാ. ഇപ്പൊ എത്തുന്നു. പൈസ തരൂ. പൈസ തന്നിട്ടുണ്ട്. നെറ്റ് വന്നാ ഇല്ല. നെറ്റുണ്ടെങ്കിൽ മറ്റേ വണ്ടി എടുക്കാം. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടേക്കാം. വല്ലോ ജോയിൻറ്റ് ന്യൂ സിറ്റി ജോണാണ്. ന്യൂ സിറ്റി എല്ലാ ഇതിൽ ഇവിടെ തന്നെ. ഇത് എവിടെ? അങ്ങനെ ഞാനും വിചാരിച്ചു ഇവിടെ അടുത്താണ്. പുതിയ സിറ്റിയിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് നോക്കാം. അങ്ങോട്ടാണ് പോകാനുണ്ട്. ഇപ്പൊ തന്നെ അടിക്കുന്ന വണ്ടി ഇവരെ കൊണ്ടുപോകുമ്പോൾ ഇവിടെയാണ്, ഇങ്ങോട്ടാണ് കാണിക്കുന്നത്.
ക്യാൻസർ ആക്കി നെറ്റിപ്പോരും ഗൈസ്. നെറ്റ് വന്ന് നമുക്ക് പുതിയ കാർ എടുത്താലോ? എടുക്കല്ലേ അപ്പം കാറ്? കാർ എടുക്കാം. റെഡി സ്റ്റഡി അല്ലേ എല്ലാവരും? എടുത്താലോ? ഡിലീറ്റ് ആയില്ലേ? ഡിലീറ്റ് ആക്കിയേ. ഈ കാർ ഡിലീറ്റ് ആക്കിയേ. പൊട്ട് ഇതൊന്നും ന്യൂ കാർ ഏതെടുക്കാം നമുക്ക്? ഇത് വേണ്ട. കുഴപ്പമില്ല. ഇത് buy the car. ഇതിന് 5 ഗിയേഴ്സ് കേട്ടോ. ഇതും ഗിയർ. പൊളി ഗൈസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. മറ്റേനെ പോലെ നിന്ന് പോവുകയുണ്ട്. ഓഫാ അല്ല ഓഫാ. പൊളി. വീണ്ടും കറണ്ട് പോയിരിക്കുകയാണ്. നമുക്ക് ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരാം. ഇതാണ് നമ്മളെ ബാങ്ക്. 300 എടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഗാരേജിൽ പോയത്. എന്നിട്ട് നമുക്ക് വീണ്ടും കറണ്ട് വന്നു. നമുക്ക് റേസിന് പോയിട്ട് വരാം. അന്ന് നിങ്ങളെ കൊണ്ട് പോവാൻ ഞാൻ മറന്നതല്ല. അന്ന് ചാർജ് തീരാറായിരുന്നല്ലേ. സിമ്പിളാ. ഇത് സുസുക്കിയാണ്. സുസുക്കിയുടെ കാറാണ്. സൗണ്ട് കേട്ടാണ് നിങ്ങൾ ഇത് കളിച്ചാൽ നമുക്ക് പൈസ കിട്ടും കേട്ടാ. റിയൽ മണിയല്ല, എന്തായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇത് ഗെയിമിംഗ് ആണ്. പക്ഷേ ഒരു കാര്യം പറയാം. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു കുറച്ച് കൂടുതൽ അക്കൗണ്ട് എടുത്തിടണം. യൂട്യൂബ് ചാനലിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ തന്നെ കളയും. എനിക്കും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ നിങ്ങൾക്കത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ്
അല്ലെങ്കിൽ നമുക്ക് നമ്മളെ യഥാർത്ഥ അക്കൗണ്ടിൽ എപ്പോഴും ചാനലൊന്നും എടുക്കരുത്. എപ്പോഴും ഒരു രണ്ട് അക്കൗണ്ടെങ്കിലും ആവശ്യമുണ്ട്. എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് അടിച്ച് പോവാതിരിക്കാൻ വേണമെങ്കിൽ, സേഫിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും എടുത്തു വയ്ക്കുക. ഇത് സേഫാണല്ല അക്കൗണ്ട് എടുത്തു വയ്ക്കുന്നത്. അല്ലാതെ ആൾക്കാർ പറയണായിട്ട് അക്കൗണ്ട് എടുത്ത് അങ്ങനെ വരും, ഇങ്ങനെ ഒരു അറിയാതെ ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞാലും കുറച്ച് അക്കൗണ്ടെങ്കിൽ എടുത്ത് വെക്കണം. ഞാനിപ്പോൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ ഇത് അടിച്ച് പോവാം. ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങി റോബ്ലോക്സ് കളിക്കാനല്ല. ഈ അക്കൗണ്ട് അടിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറയാം, ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങിയത്. സ്പൈഡർ ഗെയിമിംഗ് എന്ന് പറഞ്ഞ് എനിക്കറിഞ്ഞൂടെ. ഞാൻ പേര് നോക്കിയിട്ട് പറയാം. ഞാൻ ഇപ്പം കയറാത്തതുകൊണ്ട് എനിക്കറിഞ്ഞൂടെ. ഒരാളെ ഞാൻ കൊന്നു, അതാണ്. പിന്നെ സെക്കൻഡ്, ഒരു അക്കൗണ്ട് എടുത്തിട്ട് ആൾക്കാരെടുത്തത് പറഞ്ഞുകൊണ്ടങ്ങനെ നടക്കല്ലേ. എനിക്കും അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ സെക്കൻഡ് അക്കൗണ്ട് എടുത്തപ്പോൾ ആരുടെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ല. അവർ സബ് ചെയ്യും, പക്ഷെ അവരുടെ അടുത്ത് ഞാൻ പറയും. അത് ഞാൻ അവരായിട്ടും കാണുമ്പോഴേ പറയൂല. അത് സ്കൂളിൽ വെച്ച് പറഞ്ഞാൽ അവർ സർക്കൈവൊക്കെ എല്ലാവരും ചെയ്യും സ്കൂളിൽ വെച്ച് പറഞ്ഞാൽ. പക്ഷേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാലുണ്ട് ഒരു പ്രശ്നമാണ്. അവന് മാത്രം നിങ്ങൾക്കറിയാം. പക്ഷേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമാണ് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ അല്ല. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടല്ല, നിങ്ങളെപ്പോഴും കെയർ ചെയ്യുന്നതും നിങ്ങളെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരെ മാത്രമേ ആക്കാവൂ, അല്ലാതെ വേറെ ആൾക്കാരെ ആക്കിയാൽ നിങ്ങൾ പെടും. എനിക്കിപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്. എനിക്കിപ്പോൾ ഒരു 3 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ പേര് ആരവ്, അയ്യാൻ, ആദിത്യ. ആരവ് എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ അയ്യാനെന്ന് പറഞ്ഞാൽ അവനൊരു ചേട്ടനൊരു ചെറിയൊരു ചാനലുണ്ട്, മൈൻക്രാഫ്റ്റ് കളിക്കുന്നതായിരുന്നു. ഇപ്പോൾ റോബ്ലോക്സിൻ്റെതാക്കി. അങ്ങനത്തെ ആൾക്കാരെന്നൊക്കെ പറയുന്നതാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മളെ കളി ഇവിടെ നിന്ന് തീർന്നിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കാം. എന്ത് ചെയ്യും? നമുക്ക് ഈ 6-മത്തെയും കൂടെ കഴിഞ്ഞാൽ ഒരു കാർ കിട്ടും. 2 വീക്ക് കഴിഞ്ഞ് വീക്ക് 2, ഇത് വീക്ക് 1 നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീക്ക് 2 നമുക്കിത് 10, 15, 30, 18 നമുക്കൊരു ബെൻസിന് കാർ കിട്ടും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. പിന്നെ ഇനി നമുക്ക് നിങ്ങൾക്ക് കാർ എടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏത് കാർ എടുക്കണമെന്ന്. നമ്മൾ കോയിൻ സെറ്റാക്കിയിട്ട് എത്ര റേസിന് വേണമെങ്കിലും പോകും. ആ റേസിന് പോയി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കാർ എടുക്കും. കാരണം എനിക്കൊരു കുഴപ്പമില്ല. 1 മിനിറ്റ്.
ഇതെന്തേരാണ്? യൂസിപ്പ വന്ന കാർഡ്സ. ഇതേത് കാറാ? ഇത് പ്രീമിയം കാർഡ്സ് അവൈലബിളായിട്ട് വരുന്നതാണല്ലേ. പ്രീമിയം കാർഡ്സ് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാനും ഇത് നിങ്ങൾ ഓർത്തോ, ഞാനും ഒരു ദിവസം എടുക്കും. ഒരു ദിവസം, ഒരു നാൾ, വൺ ഡേ എടുത്തിരിക്കും. ഇതും എടുക്കും. ഒരു മിനിറ്റ്, ഇത് ഫോർച്യൂണറല്ലേ? പേരും പറഞ്ഞ് ഫോർച്യൂണറാണ്. പക്ഷെ എൻ്റെ ചിഹ്നം നിങ്ങൾ നോക്കിയാണ്, തല തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. സൂപ്പറ ഞാൻ കാണിച്ചു തരാൻ കേട്ടാ. സൂപ്പറ. നിങ്ങൾക്ക് സൂപ്പറ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇത് പൈസയൊന്നും ആവത്തില്ല. കണ്ട, ഇതാണ് സൂപ്പറ. ഞാൻ നിങ്ങൾക്ക് സൂപ്പറാണെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. ഓക്കെ 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 ഓക്കെ. ഇത് സൂപ്പറ തന്നെ. ഇത് സൂപ്പറ അല്ലെന്ന് തോന്നുന്നു. ഇത് വല്ല സൂപ്പറ. അയ്യോ, സൂപ്പറ പോയാ. സൂപ്പറേ സൂപ്പറേ. അയ്യോ, എനിക്ക് ഞാൻ ഫോറെടുക്കാൻ നിന്നായിരുന്നു. സീസണുണ്ട്. ആ, 4 അല്ല, ഇതാണ് ഗൈസ് വരുന്നത്. ഇതാ വരുന്നത്. ഇതാന്ന് പറഞ്ഞൂടെ, 2 ഇതുവരെ അവർ അവൈലബിളാക്കിയിട്ടു. പിന്നെ ഇതൊന്നും എൻ്റെ അടുത്ത് പറയില്ല. ഇതൊന്നും എടുക്കാൻ എൻ്റെ പൈസ എൻ്റെ ഇല്ല. മസ്റ്റാങ്ക് ഇതോടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പോലീസല്ല, ഈ ബ്ലാക്ക് മസ്റ്റാങ്ക്. ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഇഷ്ടപ്പെട്ട് പോലീസ് മസ്റ്റാങ്ക്. അതെടുത്ത് ഇറങ്ങണം. ഇത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഇത് നമുക്ക് ഇത്രയാക്കണം. റേസിന് പോയാൽ മതി. ചേക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തരാം. അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. സൂപ്പറാണ്. ഒരു മിനിറ്റ്, ഒരു കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്നാലേ നിങ്ങൾക്ക് ശരിക്കും സൂപ്പർ മനസ്സിലാവും. ഇങ്ങനെ കണ്ടാലേ നിങ്ങൾക്ക് സൂപ്പർ മനസ്സിലാവും. ഞാൻ സൗണ്ട് കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇത് ചാത്തൻ കാറാണ്. പക്ഷെ നിങ്ങൾ കണ്ടിട്ട് സൗണ്ട് നോക്കിയേ. ഇത് കണ്ടാലും നിങ്ങൾ ഇതും ചാത്തൻ. നിങ്ങൾ അത്രയ്ക്കും ചാത്തനാണെന്ന് വിചാരിക്കത്തില്ല.
ഇത് ബ്ലാക്ക് ആണെങ്കിൽ കൊള്ളായിരുന്നു. സൗണ്ട് കേട്ടോ. ഇതൊന്ന് നോക്കി നോക്കട്ടെ. ഈ കാറിനെ എവിടെയാ കണ്ടു? അല്ല, ഇതിൻ്റെ സൗണ്ട് ഒന്നും കേട്ടോ. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫോർഡല്ലേ. സ്കൈലൈൻ്റെ പവർ സ്കൈലൈൻ കാണിച്ചു തരാം. സ്കൈലൈൻ കാണിച്ചു തരാം. തെറ്റിപ്പോയി. സ്കൈലൈൻ ഇല്ലേ? സ്കൈലൈൻ തന്നെയല്ല. ഈശ്വര, ഇത് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കാണിച്ചു തരാം. ഇത് പോളെ. ഇതെനിക്ക് പണ്ടേ ഇഷ്ടമല്ല ഈ പോളം. ഇതും കാണിച്ചു തരാം. ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു സൗണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ട മസ്റ്റാങ്ങല്ല, ഇതിൻ്റെ പേരും മറന്നുപോയി. ദൗഡി അറിയാലോ. എനിക്ക് സൂപ്പർ കാർസിൻ്റെ പേരൊക്കെ അറിയാം, പക്ഷെ ഞാൻ മറന്നുപോയത്. ഇത് ഈ ബെൻലി ഇല്ലേ, ശരിക്കും റോൾസ് റോയ്സ് എന്ന് പറയുന്ന കമ്പനി. ഞാൻ പണ്ടൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ BMW എൻജിനാണ് വെച്ചേക്കുന്നതെന്ന് നിങ്ങൾ പറയും. പക്ഷെ അത് BMW ഈ ഒരു കമ്പനിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. BMW എന്ന് പറയുന്ന കമ്പനിയെ പണ്ടേ ഇത് ഈ പേര് ഈ റോഡ് പണ്ട് ഇത് ഇവരെ പണ്ടത്തെ ഫസ്റ്റ് ഇവരെ ആകെ കുറച്ച് മോഡ് അവരെ 10th മോഡൽസ് വരെയാണ്. അല്ല 10th അല്ല, ഒരു 4 മോഡൽസ് വരെ അവർ കാറുകൾ ഇറക്കിയിട്ടുള്ളൂ. അവരെ
അവരെ കാറുകൾ. പിന്നെ ഫുള്ള് അയ്യോ അതൊന്നും അല്ല. ആകെ 3 മോഡൽസ് വരെ റോൾസ് റോയ്സ് ഇറക്കിയിട്ടുള്ളൂ. പിന്നെ ഫുള്ള് BMW. 4ാമത്തത് ഇറക്കാൻ ഇരുന്നപ്പോൾ BMW ഇതൊക്കെ വന്ന് പേടിച്ചു. പിന്നെ ഈ ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും ഉണ്ട്. എന്തായിരിക്കും? ശരിക്കും ഉണ്ട് റോൾസ് റോയ്സ്. ചിലവർക്കൊക്കെ അറിയായിരിക്കും, ചിലവർക്ക് അറിഞ്ഞില്ല. ഇതും അല്ല. ഗായ്സ് എന്നെ വട്ടം കറപ്പിച്ചോണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. നേരത്തെ വൈൻഡപ്പ് ഇരുന്ന് 100 സെക്കൻഡ് കഴിഞ്ഞു. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫ്രീ ഫയർ കളിക്കുമ്പോൾ പോലും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. ബൈ ബൈ.